വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. അപ്പോൾ എൻ്റെ ലഞ്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ട്രിവാൻഡ്രം യാത്രയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നലെ രാത്രിയാണ് വീട്ടിലെത്തിയത്. അപ്പോൾ എനിക്ക് ശരിക്കും മിസ് ചെയ്തത് എൻ്റെ 50% തവിടുള്ള നല്ല കുത്തരി ചോറും ചാളക്കറിയും ചാള ഫ്രൈയും ഒക്കെ ആട്ടോ. അപ്പോൾ ഇന്ന് ചാള വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ എന്തോ കണ്ടെയ്നറൊക്കെ ഇടിഞ്ഞ് ചാള വാങ്ങണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞാൻ ചാള വാങ്ങിയില്ല. പക്ഷെ എൻ്റെ ഫ്രിഡ്ജിൽ കുറച്ച് പ്രോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രോൺസ് വേഗം സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇളമ്പി ബാക്കി ഈ കറി എല്ലാം ഉണ്ടാക്കിയത് അമ്മയാണ്. ഞാൻ കുക്ക് ചെയ്തിട്ട് എനിക്ക് നല്ല തലവേദനയായിരുന്നു. ഞാൻ ആകെ ഈ പ്രോൺസും കുറച്ച് കുക്കുമ്പറും അരിഞ്ഞുകൊണ്ട് വന്നു. പിന്നെ ഇന്നലെ ലുലുന്ന് വാങ്ങിയ കുറച്ച് മീൻ കറി ഉണ്ട്, അത് എടുത്ത് വെച്ചു. സെറ്റ് ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് നമ്മുടെ 50% തവിടുള്ള നല്ല കൊത്തരിച്ചോറ് ഇത് വിളമ്പാട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലീലയിൽ നിന്ന് ഒരു ദിവസം നൈറ്റ് ഡിന്നർ എടുത്തപ്പോൾ ചോറും മീൻ കറിയൊക്കെ കിട്ടി. പക്ഷേ സ്റ്റിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ചോറും ചാളക്കറിയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലായി. നമ്മൾ സ്ഥിരമായിട്ട് ശീലിച്ചതല്ലേ അങ്ങനെ. അതുകൊണ്ട് അപ്പം ഞാൻ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മോട് ഞാൻ ആദ്യമേ ഫോൺ ചെയ്ത് പറഞ്ഞു എനിക്ക് വരുമ്പോൾ നല്ല മീൻകറിയും മീൻ വറുത്തൊക്കെ വേണമെന്ന്. അമ്മ എനിക്കിത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചക്കപ്പുഴുക്കും നല്ല എരിവുള്ള മീൻകറിയും കിഡിലും കോമ്പിനേഷനാണ്. അപ്പം ഞാൻ ചക്കപ്പുഴുക്ക് വിളമ്പി. അതിൻ്റെ അടുത്ത് തന്നെ എരിവുള്ള മീൻകറി ഉണ്ട്. ഇത് കോട്ടയം ലുലുന്ന് മേടിച്ചാണ് കേട്ടോ. അവിടെ ഒരു ചായക്കട പോലെ തട്ടുകട ഓലപ്പര പോലെ ലുലുവിൻ്റെ ഹൈപ്പറിൻ്റെ അകത്തിട്ടുണ്ട്. അവിടെ നിന്ന് മേടിച്ച മീൻകറിയാണ്. അപ്പോൾ ഒറ്റ പീസേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങൾ ഇന്നലെ കഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി പീസ് അങ്ങ് ഉടച്ചിട്ട് വിളമ്പാം. ചക്കപ്പുഴുക്കിൻ്റെ അടുത്ത് തന്നെ വിളമ്പിണ്ടേ. ചക്കപ്പുഴുക്കും മീൻകറിയും വേണമെങ്കിൽ 2-3 പപ്പടം കൂടെ വെച്ച് കൊടുക്കാം. കിടിലൻ കോമ്പിനേഷനാണ്. പിന്നെ സാലഡ് ചുമ്മാ കുക്കുമ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ളേ. അപ്പോൾ അതും ഞാൻ സൈഡിൽ വെച്ച് കൊടുത്തു. പിന്നെ മീൻകറി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വിഷമാവാതിരിക്കാൻ അമ്മ എനിക്ക് മീൻകറി പോലെ തന്നെ വെജിറ്റബിൾ മീൻകറി പോലെ തന്നെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എന്ത് കഷ്ണമായിരുന്നു അല്ലേ? കപ്പങ്ങ വെച്ചിട്ട് മീൻകറി വെക്കണ പോലെ. ഇത് അച്ഛന് വേണ്ടി അമ്മ ചെയ്ത് കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് അമ്മ അത് ചെയ്തു തന്നു. ശരിക്കും മീൻ വെക്കണ പോലെ തന്നെ കേട്ടോ. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് നല്ല അച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ്. നാടൻ പയറിങ്ങനെ മിക്സ് ചെയ്തുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് വിളമ്പി കൊടുക്കുന്നുണ്ട്. അല്ല, കുറച്ച് അധികം വിളമ്പി കൊടുക്കുന്നുണ്ട്. മഴ വന്നു, സൗണ്ട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. കിടിലൻ മഴയാണ്. ഇപ്പം തന്നെ എൻ്റെ പ്ലേറ്റിലെ ഫുൾ സാധനങ്ങളായി. ഇനി എൻ്റെ ചെമ്മീൻ റോസ്റ്റ് ഇത് കഴിക്കാൻ ഒരാൾ ഒളിച്ച് നിൽക്കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കണ്ടോ ചെമ്മീൻ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് വിളമ്പി കൊടുക്കാം നമുക്ക്. എന്താ വിളമ്പും? നമുക്ക് ഇവിടെ ഇച്ചിരി സ്പേസ് ഉണ്ടാക്കിയാൽ ചെമ്മീൻ ഇവിടെ ഉണ്ടാക്കിയ ആർക്കും ചെമ്മീനില്ല, എല്ലാവർക്കും ഗ്രേവി മാത്രം. ചെമ്മീൻ മുഴുവൻ ചെമ്മീൻ കുട്ടി. അപ്പോൾ അതും വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്ലേറ്റിൽ നിന്ന് നോക്കി സെറ്റായി. സത്യം പറഞ്ഞാൽ കഴിക്കണതിന് മുമ്പേ എനിക്കിങ്ങനെ സന്തോഷമാണ്. ലീലയിലെ കടല് തിരതല്ലിയ പോലെ ഇപ്പോൾ എൻ്റെ മനസ്സ്. എനിക്ക് ശരിക്കും ഊണ് കഴിക്കാൻ ഭയങ്കരമായിട്ട് ചെമ്മീൻ. ഇതിനൊരു ചെമ്മീൻ കൊടുത്ത് പറഞ്ഞു തരട്ടെ. അപ്പോൾ നമുക്കുണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചക്കപ്പുഴുക്ക് മീൻകറിയും ട്രൈ ചെയ്യാമേ. പപ്പടം വെച്ചിട്ട് മഴ ചക്കപ്പുഴുക്ക് മീൻകറി. കുറച്ച് വലിയ വായായിട്ട് സൂപ്പർ. ഇനി അച്ചിങ്ങപ്പേരിയും അമ്മയുടെ മീൻകറി പോലത്തെ മീൻകറിയും. എന്ന് തന്നെ പട്ടണക്കിട്ട് കൊണ്ടുവന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണേ. സൂപ്പർ. ചെമ്മീൻ റോസ്റ്റ് കിട്ടില്ല. ഞാൻ കഴിച്ചു തീർക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ.